ഗുഡ് ഈവനിങ് ആൾ. എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതല്ലേ? ഗുഡ് ഈവനിങ്. നാട്ടിലും യെസ്. മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചൂട് ഇങ്ങനെ പതിയെ കുറഞ്ഞു വരികയാണല്ലേ? അതെ അതെ. ഗുഡ് രാത്രി ഈവനിങ്. ഇനി കുറച്ചും കൂടെ ഒക്കെ നന്നായിട്ട് ഉറങ്ങാന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. നമ്മുടെ ട്രാൻസ്ഫെയർ കമ്മ്യൂണിറ്റി നമ്മളിപ്പോൾ ഒരു മാസമായി. 4 സെഷനുകളാണ് ഇതുവരെ നമുക്ക് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ പറ്റിയത്. അപ്പൊ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് നമുക്കത് സാധിച്ചത്. അപ്പൊ ആദ്യമായിട്ട് അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. വ്യക്തിപരമായിട്ടും എൻ്റെ ട്രാൻസ്ഫെയർ കമ്മ്യൂണിറ്റിയുടെ പേരിലും. ഞങ്ങളൊരു 15 പേര് ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തൊരു സംരംഭമാണ്. അപ്പൊ അതിന് ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇനിയും ഈ സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെ അടുത്തുനിന്നും. ഇന്ന് മോഡറേറ്റർ ആവേണ്ടിയിരുന്നത് സജനാലി മാം ആയിരുന്നു. മാം ഒരു യാത്രയിലായത് കാരണം തൽക്കാലം ഞാൻ ഏറ്റെടുത്തതാണ്. അപ്പൊ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ 5ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് അബ്ദുൾ റസാഖ് സാർ ആണ്. സാർ ഒരു മെഡിക്കൽ ഇൻഫർമേഷൻ സൂപ്പർവൈസർ ആണ്. ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സാർ ഒരു സൈക്കോളജിസ്റ്റ് ആണ്, ഒരു ട്രെയിനറാണ്. അപ്പൊ ആരോഗ്യരംഗത്ത് പല പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസും സാറിന്റെ വെബിനാറുകളിലൂടെ നമ്മളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ. അപ്പൊ ഇന്ന് സാറ് എടുക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മളെല്ലാം ആരോഗ്യ മേഖല എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അല്ലേ? മാസത്തിൽ ഒരിക്കലെങ്കിലും ഹോസ്പിറ്റലിൽ പോകാതെ ആരും ഉണ്ടാവില്ല. ഹോസ്പിറ്റൽ ഡോക്ടറെ കാണുക, അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവയർനെസ് സെഷനാണ് സാർ ഇന്ന് എടുക്കുന്നത്. ഏതൊക്കെ തരം ഹോസ്പിറ്റലുകളാണ് ഉള്ളത്, ഏതൊക്കെ തരം സ്പെഷ്യാലിറ്റികളുണ്ട്, ഒരു രോഗി എന്ന നിലയിൽ എന്തൊക്കെയാണ് നമ്മുടെ റൈറ്റ്സ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരു വിഷയത്തിലാണ് സാർ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ ഒരു അവയർനെസ് ക്ലാസ് എടുക്കാനായിട്ട് അബ്ദുൾ റസാഖ് സാറിനെ സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്ന ഞങ്ങളെ കേൾക്കാനായിട്ട് വന്ന എല്ലാവരെയും സ്നേഹത്തോടെ ആദരപൂർവ്വം ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റസാഖ് സാർ, ഓവർ ടു യു. താങ്ക് യു റൌഫ് സാർ, എന്നെക്കുറിച്ച് നല്ല ഒരു ഇൻട്രൊഡക്ഷൻ തന്നതിൽ. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവരും ഓക്കെ അല്ലേ? എൻ്റെ യെസ് സൗണ്ടൊക്കെ യെസ്. ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്, താങ്ക് ഗുഡ് യു. ഓ ഈവനിങ്. ക്ലിയർ ക്ലിയർ ആണ്. ആണ് സാർ, ക്ലിയർ ആണ്. ഓക്കെ, ഒരിക്കൽ കൂടി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. റൌഫ് സാർ പറഞ്ഞതുപോലെ ഇന്നത്തെ ടോപ്പിക് ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് പബ്ലിക് ഇൻഫർമേഷൻ എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സെഷനിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളാരും എല്ലാവരും തന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളാണ് അല്ലേ? ഇതിൽ ഹോസ്പിറ്റലിൽ ഇതുവരെ പോകാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് എസ് എന്നൊന്ന് പറഞ്ഞ് കമൻ്റ് അടിക്കണേ. കാരണം നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മേഖലയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സത്യത്തിൽ ഹോസ്പിറ്റൽ എന്ന വാക്ക് ഒരു നെഗറ്റീവ് വേർഡാണ്. ഹലോ, ഓക്കെ. ഹോസ്പിറ്റൽ എന്ന വാക്ക് ഒരു നെഗറ്റീവ് വേർഡാണ്. ആരും തന്നെ പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലമാണ്. നമുക്ക് അസുഖം വരാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഇല്ല. അതുപോലെ തന്നെ നമുക്ക് പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലം തന്നെയാണ് ഹോസ്പിറ്റൽ. പക്ഷേ നമ്മൾക്ക് ഒരു അസുഖം വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാർ ആർക്കെങ്കിലും അസുഖം വരുമ്പോൾ നമ്മൾ അവരെ വിസിറ്റ് ചെയ്യാൻ പോകാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ജോബിൻ്റെ പർപ്പസിന് വേണ്ടി മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പോകാറുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾ ഡോക്ടേഴ്സ് ഷോപ്പ്, അത് ഷോപ്പിംഗ് എന്ന പേരിൽ അസുഖമാണ് എന്നുള്ള ഒരു തോന്നലിൽ പലപ്പോഴും പല ചെക്കപ്പിന് വേണ്ടിയിട്ട് വെറുതെ ആണെങ്കിലും ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു മേഖലയായതുകൊണ്ട് നമ്മൾ അവിടെ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഒരു പൊതുജനം എന്നുള്ള നിലയിൽ എന്തെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളിത് അറിയുന്നതോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവർക്കും കൂടെ അത് എത്തിച്ചു കൊടുക്കുകയും, പിന്നെ ഇത് ഒരു പരിചയമില്ലാത്ത അധികം ആളുകൾക്കും പിന്നെ വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഹോസ്പിറ്റൽ മേഖലയിൽ ഒരു പരിചയമില്ലാത്തൊരു മേഖലയായിരിക്കും. എന്തെങ്കിലും ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ സെഷൻ കഴിയുമ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കാം. അത് നിങ്ങൾക്ക് പിന്നെ സംശയ നിവാരണം ചെയ്യാം. അത് ഞാൻ ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. എത്ര ടൈപ്പ് ഹോസ്പിറ്റലുകൾ, ആദ്യം ഹെൽത്ത് കെയർ എത്ര ലെവൽസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 3 ലെവൽ ഹെൽത്ത് കെയർ ആണുള്ളത്.
എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ ഞാനൊന്ന് ഇവിടെ പറയാം. ഒന്ന് ബേസിക് ലെവലിലുള്ള പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്റർ, രണ്ട് സെക്കൻഡറി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, മൂന്ന് ടെർഷറി ലെവല് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ല അഥവാ മെഡിക്കൽ കോളേജുകൾ. അതിൽ പ്രൈമറി ലെവൽ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മിക്കപ്പോഴും നമ്മുടെ ഇപ്പോൾ പ്രദേശങ്ങളിലുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററാണ്. ഇപ്പോൾ നമ്മളതിനെ ഫാമിലി പിന്നെ ആരോഗ്യ കേന്ദ്രം എന്നുള്ള രീതിയിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ നമ്മൾ സാധാരണ പോകുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, നമുക്ക് പനി, ചുമ, ജലദോഷം അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള സമയത്താണ് നമ്മൾ ഒരു പ്രൈമറി ഹെൽത്ത് കെയർ സെൻ്ററിൽ പോകുന്നത്. പ്രൈമറി ഹെൽത്ത് കെയറിൻ്റെ മിക്ക ദൗത്യം എന്നുള്ളത് രോഗങ്ങളെ തടയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പല ടൈപ്പിലുള്ള വാക്സിനേഷനുകളും നമുക്ക് അവിടുന്ന് കിട്ടും. പ്രത്യേകിച്ച് ഗർഭിണിയായ സ്ത്രീകൾ, കുട്ടികൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പിന്നെ കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ ആശാ വർക്കേഴ്സ് ഉണ്ട്. അവരുമായിട്ട് സഹകരിച്ച് പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്റർ ഒരു കോർഡിനേറ്റ് ചെയ്ത് അവരുടെ ആരോഗ്യ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ പാലിയേറ്റീവ് പിന്നെ ക്യാൻസർ സംബന്ധമായിട്ട് പല രോഗികൾ കിടക്കുന്ന സമയത്ത് പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ നിന്ന് നേഴ്സസ് വന്നിട്ട് അവർക്ക് വേണ്ട പാലിയേറ്റീവ് കെയർ കൊടുക്കാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് പ്രൈമറി ലെവലിലുള്ള ഹോസ്പിറ്റലിൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ജനറൽ ഫിസിഷ്യൻ ഉണ്ടാകും. പിന്നെ നിസ്സാരമായ സാധാരണ നോർമലായിട്ടുള്ള ബ്ലഡ് ചെക്കിങ്, യൂറിൻ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇനി എന്തെങ്കിലും നമുക്ക് ഒരു റെഫറൽ വേണ്ടി വന്നാൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ നിന്നിട്ട് നമുക്ക് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒരു റെഫറൽ ലെറ്റർ തരും. അതുമായി നമ്മൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ രണ്ടാമത്തെ ലെവലാണ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പെഷ്യലിസ്റ്റിൻ്റെ സേവനം നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും സെപ്പറേറ്റ് നമ്മുടെ ഓർഗൻസ് അനുസരിച്ചിട്ട്, ഇപ്പോൾ ഒരു ഹാർട്ട് സംബന്ധമായിട്ടുള്ളതാണെങ്കിൽ കാർഡിയോളജിസ്റ്റ് ഉണ്ടാവും, ന്യൂറോളജിസ്റ്റ് ഡോക്ടർ, അങ്ങനെ വ്യത്യസ്ത തലത്തിലുള്ള സ്പെഷ്യലിസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ ആധുനിക രീതിയിലുള്ള എക്യുപ്മെൻസുകൾ ഉണ്ടാവും. ഇതൊക്കെയാണ് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലുള്ള പ്രത്യേകതകൾ. പിന്നെ അവിടെ നിന്നും നമുക്ക് നമ്മുടെ അസുഖം ഒരു കോംപ്ലിക്കേറ്റഡ് കേസിലേക്ക് പോവുകയാണെങ്കിൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്നിട്ട് നമ്മളെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിലാണെങ്കിൽ മെഡിക്കൽ കോളേജുകളിലേക്കോ റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നമുക്കറിയാം, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനേക്കാളും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പിന്നെ എക്സാമ്പിൾ, ഇപ്പോൾ ന്യൂറോ ആണെന്നുണ്ടെങ്കിൽ ന്യൂറോ സ്പെഷ്യലിസ്റ്റ്, ന്യൂറോ സർജൻ, കാർഡിയോളജി ആണെങ്കിൽ കാർഡിയോ തൊറാസിക് സർജൻ, പിന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, കീമോതെറാപ്പി, ബ്ലഡ് ബാങ്ക്, അങ്ങനെ എല്ലാ മേഖലകളിലുള്ള സ്പെഷ്യലിസ്റ്റും. അതിനോടൊപ്പം തന്നെ നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീംസ്, അതായത് നമ്മളിപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണണമെങ്കിൽ പോലും അവിടുന്ന് നമുക്ക് നമ്മളുടെ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് പല മൾട്ടി ഡിസിപ്ലിനറി ടീമുമായിട്ട് അവർ കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ അസുഖം ഡിസ്കസ് ചെയ്ത് നമുക്ക് എല്ലാ വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കിട്ടാറുണ്ട്. അപ്പോൾ ഞാനിത് ഈ 3 ലെവൽ ഓഫ് ഹോസ്പിറ്റലിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഫെമിലിയറിന് വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് ഹോസ്പിറ്റൽ മേഖലകളിൽ നമ്മൾ ക്വാളിറ്റി പരമായിട്ട് പല ഹോസ്പിറ്റലിലും ഇപ്പം നമ്മൾ ISO അംഗീകാരമൊക്കെ ഉള്ളതുപോലെ തന്നെ ഹോസ്പിറ്റൽസിന് അക്രഡിറ്റേഷൻ പിന്നെ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് നമ്മളിപ്പോൾ മെഡിക്കൽ ടൂറിസമൊക്കെ നല്ല പിന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ വിദേശത്ത് നിന്നൊക്കെ വരുന്ന ആളുകൾ ഈ അക്രഡിറ്റഡ് ഹോസ്പിറ്റലാണ് കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യ ബേസ് ചെയ്തിട്ട് ക്വാളിറ്റി ഓഫ് കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകുന്ന ഒരു അക്രഡിറ്റേഷനാണ് NABH എന്ന് പറയുന്ന അക്രഡിറ്റേഷൻ. അതായത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ്, NABH. പിന്നെ അതുപോലെ തന്നെ ഉള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു അക്രഡിറ്റേഷനാണ് JCI എന്ന് പറയും, ജോയിൻറ്റ് കമ്മീഷൻ ഓഫ് ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഈ പിന്നെ ബോർഡ് വെച്ച പിന്നെ അക്രഡിറ്റഡ് ഹോസ്പിറ്റലിന് ഈ ഒരു അതിൻ്റെ എല്ലാ എംബ്ലത്തിലൊക്കെ ഈ ഒരു പിന്നെ NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ എന്നോ അല്ലെങ്കിൽ JC അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ എന്നൊക്കെ കാണാൻ കഴിയും.
അപ്പോൾ ഇവർ എന്തിൻ്റെ ബേസിലാണ് ഈ ഒരു അക്രഡിറ്റേഷൻ ഹോസ്പിറ്റലിന് കൊടുക്കുന്നത്? ഇപ്പോൾ NABH ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു 600 ക്രൈറ്റീരിയ പറയുന്നുണ്ട്. കൗൺസിൽ ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയുടെ അണ്ടറിലുള്ളതാണ് NABH. അപ്പോൾ അവർ ഈ 600 ക്രൈറ്റീരിയ മെറ്റ് ചെയ്താൽ മാത്രമേ ഇവർക്ക് ഈ ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. മെയിനായിട്ട് പേഷ്യൻ്റ് സേഫ്റ്റി, പിന്നെ അതേപോലെ തന്നെ എംപ്ലോയി സേഫ്റ്റി, അതേപോലെ തന്നെ പ്രധാനമായിട്ടും രണ്ട് മേഖലകളിലാണ്. അതായത് പേഷ്യൻ്റ് സെൻട്രിക്കും ഒന്ന് ഓർഗനൈസേഷൻ സെൻട്രിക്കും. പേഷ്യൻ്റ് സെൻട്രിക് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പേഷ്യൻറ്റിൻ്റെ സെക്യൂരിറ്റി, നമുക്ക് ഓരോരോ റൈറ്റ്സുകളുണ്ട്. അപ്പോൾ നമ്മുടെ കിട്ടേണ്ട റൈറ്റ്സുകൾ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഈ എംപ്ലോയി സേഫ്റ്റി, പേഷ്യൻ്റ് സേഫ്റ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് മെറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു അക്രഡിറ്റേഷൻ അവർ കൊടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ലെവലാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ബിൽഡിംഗ് കപ്പാസിറ്റിയും, പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഫയർ സിസ്റ്റം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു പിന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളിന് മാത്രമാണ് ഈ ഒരു അക്രഡിറ്റേഷൻ ഫെസിലിറ്റീസ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ മിക്കപ്പോഴും ഈ ഇൻഷുറൻസ് കമ്പനികളൊക്കെ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു ഇതാണ് NABH അക്രഡിറ്റേഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ വേൾഡിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ഗുണനിലവാരമുള്ള ഒരു അക്രഡിറ്റേഷനാണ് JCI എന്ന് പറയുന്നത്. ഇത് അമേരിക്കൻ ബേസ്ഡ് അക്രഡിറ്റേഷനാണ്. നമ്മുടെ നാട്ടിൽ JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റലുണ്ട്. ആർക്കെങ്കിലും പറയാമോ ഏതൊക്കെ ഹോസ്പിറ്റലാണെന്ന്? ആസ്റ്റർ നമ്മുടെ ആണോ? ആസ്റ്റർ ആണോ? അതെ 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 അതെ, കൊച്ചിയിലെ ആസ്റ്റർ ഹോസ്പിറ്റലുണ്ട്, പിന്നെ അമൃത ഹോസ്പിറ്റലുണ്ട്, പിന്നെ അഹല്യ ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ പിന്നെ പ്രൈവറ്റ് മേഖലയിലുള്ള ഒരു പിന്നെ അക്രഡിറ്റേഷനാണത്. NABH ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റൽ വരെ NABH അക്രഡിറ്റേഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റിൽ ഒരുപാട് ഹോസ്പിറ്റലുകൾ NABH അക്രഡിറ്റേഷനുള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ ഒരു അക്രഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളാണ്. പിന്നെ JCI കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് വളരെ 3 വർഷത്തിലൊരിക്കലാണ് ഇതിൻ്റെ റിന്യൂവൽ വരുന്നത്. അപ്പോൾ അതിന് വളരെ കോംപ്ലിക്കേറ്റഡ് പിന്നെ ക്രൈറ്റീരിയയാണ് ഒരു മെറ്റ് ചെയ്യേണ്ടത്. കാരണം ഒരു 6 ഇൻ്റർനാഷണൽ IPSG എന്ന് പറയും, ഇൻ്റർനാഷണൽ പേഷ്യൻ്റ് സേഫ്റ്റി ഗോൾസ്, IPSG, ഈ 6 കാര്യങ്ങളും മെറ്റ് ചെയ്തിരിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ ആരോഗ്യ മേഖലകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് ഡെയിലി ന്യൂസ് പേപ്പറുകളിൽ കേൾക്കാറുണ്ട് അല്ലേ? ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ട് അവയവം പിന്നെ റൈറ്റ് കണ്ണ് ചെയ്യുന്നതിന് പകരം ലെഫ്റ്റ് ഇത് ഓപ്പറേഷൻ ചെയ്തു, അല്ലെങ്കിൽ കൈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് പകരം കാല് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു അക്രഡിറ്റേഷനൊക്കെ, ലോകോത്തര നിലവാരത്തിലുള്ള പിന്നെ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം പേഷ്യൻ്റ് ഐഡൻറ്റിഫിക്കേഷനാണ്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ 2 പ്രാവശ്യം അവർ നമ്മുടെ ID ചെക്ക് ചെയ്യും. ഒന്ന് നമ്മളുടെ പിന്നെ ഹോസ്പിറ്റൽ ID, പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പിന്നെ നമുക്ക് അവരൊരു ബാൻഡ് തരും. ഇപ്പോൾ അഡ്മിറ്റായി കിടക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു IP ബാൻഡ് തരും. ആ ബാൻഡ് എപ്പോഴും നമ്മൾ ഡിസ്ചാർജ് ആയി പോകുന്നവരെ നമ്മുടെ കയ്യിലുണ്ടാവും. പിന്നെ രണ്ടാമത്തേത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന സമയത്ത് ഒരു എമർജൻസി സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നേഴ്സ് ഡോക്ടറെ വിളിച്ചിട്ട് രോഗിക്ക് അസുഖം കൂടുതലാണ്, എന്ത് മെഡിസിൻ കൊടുക്കേണ്ടത് എന്ന് പറയുന്ന സമയത്ത് ഒരു ഉദാഹരണം പറയുന്നതാണ്. അപ്പോൾ അവിടെ ഡോക്ടർ വെർബലായിട്ടായിരിക്കും ഫോണിലൂടെ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു പിന്നെ തിരിച്ച്, അതായത് റീബാക്ക് പോളിസി എന്ന് പറയും കമ്മ്യൂണിക്കേഷൻ, തിരിച്ച് ആ നേഴ്സ് സ്പെല്ലിംഗ് അടക്കം പറയണം എന്നുള്ളതാണ് ആ മെഡിസിൻ്റെ ആ ഡോക്ടറോട്. അപ്പോൾ ഡോക്ടർ കൺഫേം ചെയ്ത് അവിടെ ഡോക്യുമെൻ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഈ ഒരു അക്രഡിറ്റേഷൻ ഇതിൽ. പിന്നെ സേഫ്റ്റി ഓഫ് ഹൈ അലേർട്ട് മെഡിക്കേഷൻ. ലോകത്ത് മെഡിസിൻ മാറിക്കൊടുക്കുന്നതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ മിനിറ്റിലും മരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ തീവ്രത മനസ്സിലാകാത്തതുകൊണ്ടാണ്. കാരണം ഹോസ്പിറ്റലുകൾ പല ഹൈ അലേർട്ട് മെഡിസിൻസ് ഒക്കെ ഉണ്ടാവും. അത് പലപ്പോഴും മാറി, ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു പേഷ്യൻ്റ് ICUയിലൊക്കെ വരുന്ന സമയത്ത് മരുന്ന് മാറിക്കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഫാർമസിയിൽ ഈ ഹൈ അലേർട്ട് മെഡിക്കേഷനൊക്കെ സെപ്പറേറ്റ് സ്റ്റിക്കർ വയ്ക്കണം, റെഡ് കളർ സ്റ്റിക്കർ വയ്ക്കണം എന്നുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള അക്രഡിറ്റേഷനുള്ള ഹോസ്പിറ്റലിൽ അവരതെല്ലാം വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. പിന്നെ ഹൈ അലേർട്ട് മെഡിക്കേഷൻ, അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്ന പിന്നെ സർജറിയുടെ സൈറ്റ് വെരിഫിക്കേഷന്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് ഈ ഡോക്ടർ സൈറ്റിൽ
ഒരു മാർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ അത് എല്ലാ അനസ്തെറ്റിസ്റ്റ് പിന്നെ നേഴ്സസ് അവരൊക്കെ എല്ലാവരുമായിട്ട് ഒരു ടീമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് കറക്റ്റ് വെരിഫൈ ചെയ്തു ഇന്ന സൈറ്റാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ഫോംസ് ഒക്കെ ഉണ്ട്. അതിൽ പേഷ്യൻറ്റിൻ്റെ അടുത്ത് സമ്മതമൊക്കെ വാങ്ങിയിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ അവർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ പിന്നെ ഇൻഫെക്ഷൻസ്, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫെക്ഷൻസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ അവരുടെ ക്ലീനിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ പിന്നെ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടോ, പിന്നെ ബെഡ് ഷീറ്റ് മാറ്റുന്നുണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും ഈ വളരെ ക്ലീനിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കേൾക്കാറുണ്ട് പിന്നെ വൾണറബിൾ ആയിട്ടുള്ള കുറച്ച് പ്രായം ചെന്ന ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ ബെഡിൽ നിന്നൊക്കെ വീണു എന്നുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യത്തിലും അവർ ശ്രദ്ധിക്കാറുണ്ട്. കാരണം പിന്നെ അത് കുട്ടികളാണെങ്കിലും കുറച്ച് പ്രായം ചെന്ന ആളുകളൊക്കെ ആണെങ്കിൽ നേഴ്സസിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ ബെഡിൽ നിന്ന് വീഴുക, അതുപോലെ പല അപകടങ്ങളും അതിൽ മൂലം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുകയും നിയന്ത്രിക്കുകയും അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു പിന്നെ ബോർഡ് ഉണ്ടാക്കുകയും അങ്ങനെ ഇതാണ് പിന്നെ JC അക്രഡിറ്റഡ് ഹോസ്പിറ്റലിന് വേണ്ട IPSG ഇൻ്റർനാഷണൽ പേഷ്യൻ്റ് സേഫ്റ്റി ഗോൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് കുറേ റൈറ്റ്സ് ഉണ്ട്. പിന്നെ ചന്ദ്രമാമനൊക്കെ അറിയാം, ലീഗൽ സ്റ്റഡീസൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അവകാശങ്ങൾ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റൈറ്റ്സും ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ അവകാശങ്ങൾ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇതിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ, ഫസ്റ്റത്തെ റൈറ്റ് ടു ഇൻഫർമേഷനിൽ നമുക്ക് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് അവിടെ നിന്ന് കിട്ടുന്നത്, നമ്മുടെ അസുഖം എന്ത് ഡയഗ്നോസിസ് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആദ്യം ഡോക്ടർ നമ്മളുടെ പ്രൊഫഷണൽ ഡയഗ്നോസിസ് ആയിരിക്കും എഴുതുന്നത്. പിന്നീടാണ് നമ്മളിപ്പോൾ ഡിസ്ചാർജ് ആകുന്ന സമയത്തായിരിക്കും നമ്മുടെ ഫൈനൽ ഡയഗ്നോസിസ് എഴുതുന്നത്. ഒരു ഡോക്ടർ ഒരു ഏബിളായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്ടറാണെന്ന് നമ്മൾ വിലയിരുത്തുന്നത് ആദ്യം പിന്നെ ഈ പ്രൊഫഷണൽ ഡയഗ്നോസിസും പിന്നെ ഫൈനൽ ഡയഗ്നോസിസും ഒരേപോലെ എഴുതുന്ന ഡോക്ടേഴ്സിന് നമുക്ക് ഒരു എഫിഷ്യൻ്റ് ഡോക്ടർ എന്ന് പറയാം. കാരണം ഈ പ്രൊഫഷണൽ ഡയഗ്നോസിസ് ചില സമയത്ത് പിന്നെ വേറെ ആയിരിക്കും, നമ്മൾ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് നമ്മുടെ ഡയഗ്നോസിസ് വേറെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ള അവകാശമുണ്ട്, എന്താണ് എൻ്റെ ഡയഗ്നോസിസ്, പിന്നെ ഏതൊക്കെ ട്രീറ്റ്മെൻറ്റാണ് നമ്മളിവിടെ അഡ്മിറ്റായി കിടക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കാൻ പോകുന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സുകൾ, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്. പിന്നെ രണ്ടാമത്തത് റൈറ്റ് ടു ഇൻഫോംഡ് കൺസെൻറ്റ്, അതായത് എന്തൊരു പ്രൊസീജിയർ ചെയ്യുമ്പോഴും നമ്മളോട് അഭിപ്രായം ചോദിക്കേണ്ടത്, പിന്നെ സമ്മതപത്രം വാങ്ങി അതിൽ രണ്ട് പാർട്ടിക്കാരും തമ്മിലൊരു മ്യൂച്വൽ എഗ്രിമെൻറ്റോടുകൂടി സൈൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സൈൻ ചെയ്യിക്കാറുണ്ട്, പക്ഷേ ആരും ഇംഗ്ലീഷിലൊക്കെ എഴുതുന്നതുകൊണ്ട് പലപ്പോഴും അറിവില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ അതൊരു ലീഗൽ എവിഡൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ഇൻഫോംഡ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പ്രൊസീജിയറാണ് ചെയ്യുന്നത്, സത്യത്തിൽ നമ്മൾ സർജറി എല്ലാം കഴിഞ്ഞ് കോംപ്ലിക്കേഷൻസ് ആകുന്ന സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ സമയത്ത് അവർ കറക്റ്റായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാവും ഏത് ഭാഗത്താണ് സർജറി സൈറ്റ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണ്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് വായിച്ച് സൈൻ ചെയ്തിട്ട് വേണം ഇത്. അപ്പോൾ സൈൻ ചെയ്തില്ലെങ്കിൽ ചോദിച്ച് വാങ്ങിക്കാനുള്ള ഒരു അവകാശവും നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെയുള്ളത് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഈ ഹോസ്പിറ്റലിൽ നമ്മുടെ വളരെ പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻസാണ് അവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവർക്കത് വളരെ ഭദ്രമായിട്ട് മറ്റൊരു തേർഡ് പാർട്ടീസിന് പിന്നെ ഡിസ്ക്ലോസ് ചെയ്യാത്ത രീതിയിൽ സൂക്ഷിച്ചു വയ്ക്കുക എന്നുള്ളത് ഹോസ്പിറ്റലുകാരുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ പണ്ടൊക്കെ മെഡിക്കൽ റെക്കോർഡ്സൊക്കെ മാനുവൽ സിസ്റ്റം ആയിരുന്നു. ഇപ്പോൾ പല ഹോസ്പിറ്റലുകളും ഡിജിറ്റലൈസ് ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഡിജിറ്റലൈസ് ആയിട്ട് മാനുവൽ ആയാലും നമ്മുടെ ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിച്ചു വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെൻ്റൊക്കെ ഒരു ക്ലോസ്ഡ് ആയിരിക്കും, ഒരു തേർഡ് പാർട്ടീസിന് അങ്ങോട്ട് പെർമിഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇൻഫർമേഷൻസ് ഇപ്പോൾ ഈവൻ എക്സാമ്പിൾ ഇപ്പോൾ വൈഫിൻ്റെ റിപ്പോർട്ട് വന്നിട്ട് ഒരു ഹസ്ബൻഡ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ, ആർക്കെങ്കിലും പറയാമോ?
ഹസ്ബൻഡിൻ്റെ റിപ്പോർട്ട് വൈഫിനും, വൈഫിൻ്റെ റിപ്പോർട്ടിനും ഇത് ലീഗൽ പരമായിട്ട് നമ്മൾ പിന്നെ അവർ ഓതറൈസ്ഡ് ആണെങ്കിൽ പോലും വിത്തൗട്ട് പെർമിഷൻ നമുക്ക് അവരുടെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അവരതൊരു പിന്നെ ഒരു ലീഗൽ പ്രോസസ്സിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ആ മെഡിക്കൽ റിപ്പോർട്ട് യൂസ് ചെയ്യാം. കാരണം ചില കേസിൽ അവർ ഡൈവോഴ്സ് കേസിനോ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ പിന്നെ അവർ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യുന്ന എൻ്റെ ഇൻഫർമേഷൻ ഇല്ലാണ്ടാണ് അത് അവർ പിന്നെ ഹസ്ബൻഡ് വാങ്ങിയെന്ന് പറയുകയാണെങ്കിൽ അവിടെ ഹസ്ബൻഡാണെന്നോ ഭാര്യയാണെന്നോ പറഞ്ഞിട്ടോ കാര്യമില്ല. നമ്മൾ അവിടെ ശരിക്കും പിന്നെ അതിന് ആൻസറബിൾ ആണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിക്കാരാണെങ്കിലും എന്ന് ചോദിക്കുന്നത് പേഷ്യൻറ്റിൻ്റെ പിന്നെ ഓതറൈസേഷൻ ഇല്ലാണ്ട് നമ്മുടെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് നമ്മുടെ ഇൻഫർമേഷൻസ് ഡോക്ടേഴ്സ് ആണെങ്കിലും നേഴ്സസ് ആണെങ്കിലും ഡിസ്കസ് ചെയ്യാൻ പാടില്ല. പബ്ലിക് ഏരിയയിൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ പാടില്ല. ഈവൻ നമ്മളുടെ ഒരു സ്റ്റിക്കർ ആണെങ്കിൽ പോലും പബ്ലിക് ഏരിയയിൽ പിന്നെ നമ്മുടെ ചീട്ടിലൊക്കെ നമ്മുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും ഹോസ്പിറ്റലിൽ പബ്ലിക്കായിട്ട് മറ്റുള്ള ആളുകൾക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ പിന്നെ അൺനെസസറി ആയിട്ട് പിന്നെ ഇടാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത്തത് സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി റൈറ്റ് ടു സെക്കൻഡ് ഒപ്പീനിയൻ. പലപ്പോഴും നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ നമ്മൾ മറ്റൊരു അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി ഡോക്ടറോ അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിലോ പോയിട്ട് ഡോക്ടറോട് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു ഓപ്പൺ സർജറി ഡോക്ടർ റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്കത് ചെയ്യണോ വേണ്ടേ, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ മതിയോ, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമുക്കൊരു ഡൗട്ട് സാധാരണ തോന്നാറുണ്ട്. അപ്പോൾ അപ്പോൾ ഹോസ്പിറ്റലുകാർ നമ്മുടെ റിപ്പോർട്ട് തരാൻ നമുക്ക് അവിടെ ഒരു റൈറ്റ്സ് ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്കത് ചോദിക്കാനുള്ള പിന്നെ അവകാശമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ റിപ്പോർട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ CD ആണെങ്കിൽ CD അല്ലെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട് അല്ലെങ്കിൽ എല്ലാം നമുക്ക് തരാനുള്ള ഈ ഒരു അവകാശം നമുക്കുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നെയുള്ളത് റൈറ്റ് ടു റെഫ്യൂസൽ. അതായത് നമുക്കിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്യാൻസർ ബാധിച്ച ഒരു പേഷ്യൻ്റ് കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കത് പേഷ്യൻറ്റിന് അത് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ നമുക്കത് വേണ്ടാന്ന് വയ്ക്കാനുള്ള ഒരു അവകാശമുണ്ട്. അപ്പോൾ അവിടെ ഒരു റെഫ്യൂസൽ ട്രീറ്റ്മെൻറ്റ് ഫോം ഉണ്ട്, കൺസെൻറ്റ് ഫോം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് ഒക്കെ അവരത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് പിന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക, ചിലപ്പോൾ ഈ ആ ഒരു പേഷ്യൻ്റ് ആ ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തതുകൊണ്ട് ഒരുപക്ഷെ അവരുടെ മരണത്തിലേക്ക് വരെ പോകാം ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം എന്ത് പ്രശ്നം വന്നാലും പേഷ്യൻ്റ് വില്ലിങ് ആണെന്നുള്ള ഒരിതാണ് റെഫ്യൂസൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ റൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇനി നമുക്ക് അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് പേഷ്യൻ്റ് എന്നുള്ള രീതിയിൽ. നമ്മൾ ഹോസ്പിറ്റലിലെ കസ്റ്റമറാണ് പേഷ്യൻ്റ് അല്ലേ. നമുക്ക് സർവീസ് ഇങ്ങോട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അവിടുത്തെ കസ്റ്റമർ എന്ന് പറയുന്നത് അവിടുത്തെ നമ്മുടെ പേഷ്യൻ്റാണ്. അപ്പോൾ നമുക്ക് ഡോക്ടർ പിന്നെ ഫസ്റ്റത്തെ പിന്നെ പ്രൊവൈഡ് ഇൻഫർമേഷൻ, അതായത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ഡോക്ടേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആളുകൾ പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വയ്ക്കാറുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഫാമിലി ഹിസ്റ്ററി. ഇപ്പം നമ്മളുടെ പാരൻസിന് പിന്നെ എന്തെങ്കിലും സിവിയർ ആയിട്ടുള്ള മുമ്പ് അസുഖം ഉണ്ടായിട്ടാണ് മരണപ്പെട്ടത്, ക്യാൻസർ, അതുപോലെ തന്നെ പറയാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും അസുഖമാണെങ്കിൽ പോലും ഇതവർ മറച്ചു വയ്ക്കാറുണ്ട്. പക്ഷേ അത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നതിനെ അത് ബാധിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട്, ഡോക്ടറോടും വക്കീലിനോടും പിന്നെ സത്യം മാത്രമേ പറയാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റായ രീതിയിൽ കൊടുക്കുക. പിന്നെ ഉള്ളത് കംപ്ലയിൻസ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർമാർ നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്താലും അത് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ നമുക്കൊരു ആൻറ്റിബയോട്ടിക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു. അപ്പോൾ ആൻറ്റിബയോട്ടിക് ചിലപ്പോൾ 7 days കഴിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ 10 days കഴിക്കേണ്ടതുണ്ടാവാം. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ കഴിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്.
ചില ആളുകൾ അസുഖം മാറിക്കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ കഴിക്കലൊക്കെ നിർത്താറുണ്ട്. പക്ഷേ അവിടെ നമ്മുടെ ഒരു ബാക്ടീരിയയ്ക്ക് നമ്മുടെ ബോഡിയിൽ റെസിസ്റ്റൻ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി പവർ നോക്കിയിട്ടാണ് അവർ 10 ഡേയ്സ് കഴിഞ്ഞാലാണ് ആ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് ബാക്ടീരിയ അവിടെ ശേഷിക്കുന്നുണ്ടെങ്കിൽ ബാക്ടീരിയ റെസിസ്റ്റൻസ് ഉണ്ടാവും. പിന്നീട് വീണ്ടും നമുക്ക് ആ അസുഖം വീണ്ടും വരും. പിന്നെ വീണ്ടും നമുക്ക് ഇതേപോലെ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരും. അപ്പോൾ കറക്റ്റായിട്ട് ഡോസ് മരുന്ന് നമ്മൾ കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. പിന്നെ റെസ്പോൺസിബിലിറ്റി റൂൾസ് നമ്മൾ പിന്നെ ഫോളോ ചെയ്യുക. ഹോസ്പിറ്റലിൽ പല റൂൾസുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ സൈലൻ്റായിട്ട് പലപ്പോഴും നമ്മൾ സൈലൻ്റായിട്ട് ഇരിക്കുക. അതേപോലെ തന്നെ അവരുടെ പല നോട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതെല്ലാം കറക്റ്റായിട്ട് വായിക്കുക. പിന്നെയുള്ളത് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഏതൊരു ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലെല്ലാം പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ പ്രൊസീജിയറിൻ്റെ എമൗണ്ട് എല്ലാം നമ്മൾ നേരത്തെ തന്നെ ചോദിച്ചു വയ്ക്കുക. ഇപ്പോൾ ഇൻഷുറൻസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഡെസ്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് പോളിസി അവിടെ കവർ ചെയ്യും. നമ്മൾ എം പാനൽ എന്ന് പറയും. അതായത് നമ്മൾ ചില ഇൻഷുറൻസ് ഒക്കെ എം പാനൽ ലിസ്റ്റിലുള്ള ഹോസ്പിറ്റലാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോകാനും. പിന്നെ എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ഇത് കവറേജ് ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വീണ്ടും ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് കവേർഡ് എന്ന ഹോസ്പിറ്റലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്നൊക്കെ അറിഞ്ഞിരിക്കലും ഒക്കെ നമ്മളുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ്. ഓക്കെ അല്ലേ? ഹലോ. യെസ്, ഓക്കെ. ഓക്കെ. ഇനി അടുത്തത് ഹെൽത്ത് കെയർ. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഹെൽത്ത് കെയർ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകൾ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ പല ടൈപ്പ് അസുഖങ്ങളുള്ള ആളുകളുണ്ടാവും. പരമാവധി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമില്ലാതെ വിസിറ്റ് ചെയ്യുന്നത് പിന്നെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് പൊതുജനം എന്നുള്ള രീതിയിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫെക്ഷൻ കിട്ടാൻ ചാൻസ് ഉള്ള ഏറ്റവും വലിയൊരു പിന്നെ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫെക്ഷൻ കിട്ടി മരിക്കുന്ന വേൾഡിൽ ഓരോ പിന്നെ ഇയറും ലക്ഷക്കണക്കിന് ആളുകളാണ് ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ കിട്ടിയിട്ട് മരിക്കപ്പെടുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫെക്ഷൻ കിട്ടുന്നതിന് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും പറയാറുണ്ട്. കൂടുതലും ഡോക്ടേഴ്സും നേഴ്സസും പിന്നെ ഒക്കെ പ്രോപ്പറായ രീതിയിൽ ഹാൻഡ് ഹൈജീൻ ചെയ്തില്ലെങ്കിൽ, അതായത് ഒരു പേഷ്യൻറ്റിനെ ഡയറക്റ്റായിട്ട് പിന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഹാൻഡ് വാഷ് ചെയ്തില്ല എങ്കിൽ ചെയ്യാതെ മറ്റൊരു പേഷ്യൻറ്റിനെ കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ സർജറി ചെയ്ത പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ അവരുടെ യൂറിൻ ഔട്ട്പുട്ടും ഇൻപുട്ടൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കത്തീറ്ററൈസേഷൻ ചെയ്യാറുണ്ട്. അതായത് യൂറിനിൽ ഒരു ട്യൂബ് ഇട്ടിട്ട് നമ്മൾ യൂറിൻ ബാഗ് ഇടാറുണ്ട്. അതിൽ നിന്ന് ഇൻഫെക്ഷൻ വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. കാരണം ആ ബാഗ് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പിന്നെ താഴേക്ക് ഇട്ടില്ല എങ്കിൽ അത് പിന്നെ മുകളിലേക്ക് റിവേഴ്സായിട്ട് നമ്മുടെ യൂറിൻ തിരിച്ചു വന്ന് വീണ്ടും നമ്മുടെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് പിന്നെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്ന ആളുകളും ശ്രദ്ധിക്കണം, കെയർ ചെയ്യുന്ന നഴ്സസും ശ്രദ്ധിക്കണം. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാൻ ഇൻഫെക്ഷനുള്ള ഒരു മേഖലയാണ് ഈ കത്തീറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയാണ്. അപ്പോൾ വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന പേഷ്യൻസിനെ നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ICUവിലൊക്കെ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ അടുത്ത് ബൈസ്റ്റാൻഡറിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ട് പറയാറുണ്ടെങ്കിലും പരമാവധി നമ്മൾ അവരുടെ അടുത്തേക്ക് പോവാതിരിക്കലാണ് ഏറ്റവും ബെറ്റർ. കാരണം വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻറ്റിന് ന്യൂമോണിയ വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. കാരണം നമ്മുടെ ഈ ട്രക്കിയെ ഓപ്പൺ ചെയ്തിട്ടാണ് ട്രക്കിയോട്ടമി ചെയ്യുന്നത്. ആ സമയത്ത് ട്യൂബ് വഴിയാണ് അവർക്കെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഫുഡാണെങ്കിലും പിന്നെ എന്ത് മെഡിസിൻ ആണെങ്കിലും ആ ട്യൂബ് വഴി കൊടുക്കുന്ന സമയത്ത് അവിടെ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ പുറമേ നിന്നുള്ളൊരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ന്യൂമോണിയ പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിന് ന്യൂമോണിയ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ എന്ന് പറയുന്നത് പൊതുജനങ്ങളായി നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഉള്ളത് പിന്നെ വോണ്ട് ഇൻഫെക്ഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു പിന്നെ വോണ്ടുള്ള പേഷ്യൻ്റ് പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പോയിട്ട് വോണ്ട് ഉണങ്ങാതെ അത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷൻ മൂലം ചിലപ്പോൾ ആ വോണ്ടിൻ്റെ
കോംപ്ലിക്കേഷൻസ് കൂടാറുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അവിടെ പിന്നെ കെയർ ചെയ്യാത്തതിൻ്റെ പേരിൽ, അതായത് നേഴ്സസ് ഒരു ആരാണെങ്കിലും ഡോക്ടറാണെങ്കിലും അവർ പ്രോപ്പറായിട്ട് അത് കെയർ ചെയ്യാത്തതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഒരു ഇൻഫെക്ഷനാണ് വൂണ്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇൻഫെക്ഷൻ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തത് പിന്നെ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പിന്നെ രോഗികളെ പാനിക്കാക്കാത്ത രീതിയിൽ പല ഇൻഫർമേഷൻസ് നമ്മൾ അനൗൺസ് ചെയ്യാറുണ്ട്. അതായത് പല കോഡ് രൂപത്തിലാണ് അത് അനൗൺസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് നമ്മളവിടെ ഒരു ഉദാഹരണത്തിന് ബിൽഡിങ്ങിലൊന്ന് ഫയറായി എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഫയർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഓടുന്ന സമയത്ത് അവിടെ ഒരുപാട് ആൾ വിസിറ്റേഴ്സും കാര്യങ്ങളൊക്കെ അഡ്മിറ്റായി കിടക്കുന്ന പേഷ്യൻ്റ് ഉണ്ടാവും. അപ്പോൾ അവർ പാനിക്കാകും. ആ സമയം അതുകൊണ്ട് ഈ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളൊക്കെ പല കാര്യത്തിനും ഇപ്പോൾ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് പല ടൈപ്പ് കോഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫയർ ഉണ്ടാകുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന കോഡാണ് കോഡ് റെഡ്. അപ്പോൾ കോഡ് റെഡ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ആ കോഡ് റെഡിന് പിന്നെ കുറച്ച് ടീം ഉണ്ടാവും. ആ ടീം അവിടെ വരികയും പെട്ടെന്ന് തന്നെ ഏത് ഏരിയയിലാണ് ഫയർ ഉണ്ടായത് ആ ഏരിയയിലുള്ള ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുകയും അവരെ എമർജൻസി എക്സിറ്റ് വഴി അസംബ്ലി പോയിന്റിലേക്ക് അവർ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ പിന്നെ ഇത് എഫക്റ്റ് ചെയ്യാത്ത ആളുകൾക്ക് അവിടെ ഈ സംഭവമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ബന്ധം അവർ പാനിക്കാവുന്നില്ല. പിന്നെ രണ്ടാമത് കോഡ് ബ്ലൂ ആണ്. കോഡ് ബ്ലൂ എന്ന് പറയുന്നത് ഇപ്പോൾ പെട്ടെന്നൊരു ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഡെൻറ്റിസ്റ്റ് ഒരു പല്ല് പറിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പ്രഷർ കുറഞ്ഞ്, അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു കോഡ് ബ്ലൂ അനൗൺസ് ചെയ്യും. കോഡ് ബ്ലൂ അനൗൺസ് ചെയ്യുമ്പോൾ കോഡ് ബ്ലൂ ടീമിൽ ഒരു കാർഡിയോളജിസ്റ്റ് ഉണ്ടാവും, അനസ്തറ്റിസ്റ്റ് ഉണ്ടാവും, ഒരു സ്പെഷ്യൽ പിന്നെ നേഴ്സിംഗ് ഉണ്ടാവും. അങ്ങനെ വിവിധ മേഖലകളിലുള്ള ആളുകൾ ആ കോഡ് ബ്ലൂ ടീം അനൗൺസ് ചെയ്യുന്ന സമയത്ത് ആ സ്പോട്ടിൽ അവിടെ വന്നിട്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. പിന്നെ ഉള്ള രണ്ടാമത്തേത് കോഡ് എന്ന് പറയുന്നത് കോഡ് യെല്ലോയാണ്. കോഡ് യെല്ലോ നമ്മുടെ പിന്നെ പലപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ആളുകൾ മിസ്സിങ് ആവാറുണ്ട് അല്ലേ. പിന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിലും വലിയ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും മിസ്സിങ് ആവാറുണ്ട്. അപ്പോൾ ആ മിസ്സിങ് ആവുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റീനെ ഇൻഫോം ചെയ്യാൻ വേണ്ടി കോഡ് യെല്ലോ അനൗൺസ് ചെയ്യും. ഈ കോഡ്സിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ഇതാവേണ്ട കാര്യമില്ല. ഓരോ ഹോസ്പിറ്റലും ചിലപ്പോൾ ഡിഫറെൻറ്റ് കളറായിരിക്കും യൂസ് ചെയ്യുന്നത്. അത് അവിടെ ഈ ഇൻഫർമേഷൻ ഏരിയയിൽ അല്ലെങ്കിൽ റിസപ്ഷനിലെ അല്ലെങ്കിൽ ലിഫ്റ്റ് ഏരിയയിലോ ഒക്കെ അവിടെ നോട്ടീസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് പോകുന്ന സമയത്ത് നമ്മൾ പബ്ലിക് ശ്രദ്ധിച്ചാൽ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ കോഡ് വൈറ്റ് അനൗൺസ് ചെയ്യുന്നത് പേഷ്യൻസ് തമ്മിൽ ചില സമയത്ത് പിന്നെ അടിപിടി ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനോടാണെങ്കിലും ഇപ്പോൾ ഡോക്ടേഴ്സിനോടാണെങ്കിലും വയലൻസ്, പിന്നെ അഗ്രസീവ് ബിഹേവിയർ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വിളിക്കുന്ന ഒരു കോഡാണ് കോഡ് വൈറ്റ് എന്നുള്ളത്. പിന്നെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് നമ്മൾ അറിയേണ്ട കോഡുകൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? Yes, ഓക്കെ അല്ലേ? yes. ഓക്കെ. പിന്നെന്താ പിന്നെ ഇനി നമ്മൾ ലാബ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ട് കുറച്ച് ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ ഒരു 40 ഏജ് കഴിഞ്ഞ ആളുകൾ ലാബ് ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടാണെങ്കിലും ലാബ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ലാബ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു അക്രഡിറ്റഡ് ലാബിൽ നിന്നിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമ്മൾക്ക് കിട്ടും. കാരണം ലാബിന് വേണ്ടിയിട്ട് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലാബ് എന്ന് പറയുന്നു, അതായത് NABL എന്ന് പറയുന്ന ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ NABH ഉണ്ട്. NABH ഉള്ള സ്ഥലത്ത് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രൈവറ്റിൽ പോയിട്ട് ലാബ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അക്രഡിറ്റേഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കൽ വളരെ നല്ല ഒരു കാര്യമാണ്. പിന്നെ പലപ്പോഴും നമ്മൾ ചില ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഷുഗർ, അതുപോലെ തന്നെ കൊളസ്ട്രോൾ, അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫാസ്റ്റിംഗ് ഉണ്ടാവുക എന്നുള്ളതൊരു നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ റിസൾട്ട് അക്യുറേറ്റ് ആവുള്ളൂ. അപ്പോൾ ഫാസ്റ്റിംഗ് എന്ന സമയത്ത് കറക്റ്റ് പിന്നെ ഷുഗറൊക്കെ കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് മിനിമം 10 മണിക്കൂറോ അല്ലെങ്കിൽ 12 മണിക്കൂറൊക്കെ നമ്മൾ ടെസ്റ്റ് ഫാസ്റ്റിംഗ് എടുക്കുക.
പിന്നെ ഒരു പിന്നെ അല്ല HB1AC എന്ന് പറയുന്ന ഷുഗർ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇത് 3 മാസത്തെ ആവറേജ് ടെസ്റ്റാണത്. അത് നമ്മൾ ബ്ലഡ് ഷുഗർ ഇപ്പം നോർമലായിട്ട് നമ്മൾ ഡെയിലി സാധാ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് ഷുഗർ നോർമലായിട്ട് കാണുമ്പോൾ പോലും അത് നമുക്ക് അല്ല ഷുഗർ കുറവാണെന്ന് ആളുകൾ വിചാരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് H1BAC എന്ന് പറയുന്ന റിസൾട്ടിനെയാണ്. അതായത് ബ്ലഡിൽ നമ്മളുടെ ഒരു ആവറേജ് ഷുഗർ ലെവൽ അതാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ കൂടുതൽ ന്യൂസുകളിലൊക്കെ കേൾക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് പെട്ടെന്ന് കൊഴിഞ്ഞു വീണ് മരിച്ചു, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും വരുന്നത് 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന്, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാർഡിയാക് അറസ്റ്റ് വരെ വരാമെന്നതാണ് പുതിയ പഠനം നമ്മളെ നൽകുന്ന വിവരം. അതുപോലെ നമ്മുടെ വൈറ്റമിൻ ഡി മൂലം ഒരുപാട് അസുഖങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ CBC ചെക്ക് ചെയ്യുമ്പോൾ തന്നെ, CBC എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റഡ് ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബ്ലഡിൽ ഇൻഫെക്ഷൻസ് ഉണ്ടോ, അത് ഇമ്മ്യൂണിറ്റി പവർ, അതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. പിന്നെ അതുപോലെ തന്നെ ലിപ്പിഡ് പ്രൊഫൈലാണ് നമ്മളുടെ കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ, ടോട്ടൽ കൊളസ്ട്രോൾ ഒക്കെ അറിയുന്നത്. അപ്പോൾ ഒരു 40 ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മിനിമം ആയിട്ട് ചെയ്യേണ്ടതാണ് CBC, ഇതുപോലെ LDL, പിന്നെ അതുപോലെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ്, ക്രിയാറ്റിൻ്റെ ലെവൽ, ഇതൊക്കെ നമ്മളൊരു പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെയുള്ളത്, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ AI കാലഘട്ടമാണ് അല്ലേ. AI കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഹോസ്പിറ്റലിൻ്റെ റോള് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇത് അതിൻ്റെ ചെയ്യാം. ആരോഗ്യ മേഖലയിൽ വളരെ പിന്നെ AIക്ക് വളരെ വലിയൊരു റോളാണ് ഉള്ളത്. ഇപ്പോൾ പല കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ആയി വരുന്നേ ഉള്ളൂ. എങ്കിൽ പോലും ഒരു മോസ്റ്റ് റെലവൻറ്റ് ഏരിയ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. ഇപ്പോൾ പല ഹോസ്പിറ്റലിലും നമുക്ക് ചാറ്റ് ബോക്സ് വഴി നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാനും പിന്നെ അത് ക്യാൻസൽ ചെയ്യാനും സ്ലോട്ട് ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ 24 hours ഉള്ള ചാറ്റ് സർവീസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് വളരെ പണ്ട് കാലത്ത് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ എണീച്ച് പോയി പിന്നെ അപ്പോയിൻമെൻ്റ് എടുക്കാൻ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു പിന്നെ ഗുണം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് AI കൊണ്ടുള്ള വലിയൊരു ഗുണം എന്ന് പറയുന്നത് റിസൾട്ടാണ്. ഇപ്പോൾ ഈ നമ്മൾ ബയോപ്സി ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പണ്ട് പിന്നെ ഒരു പത്തോളജിസ്റ്റ് മാനുവലായിട്ട് മൈക്രോസ്കോപ്പൊക്കെ വെച്ച് ചെക്ക് ചെയ്ത സമയത്ത് ഇപ്പോൾ AI പിന്നെ വളരെ ഫാസ്റ്റായിട്ട് നമ്മളുടെ റിസൾട്ട് എല്ലാം അനോമലീസ്, എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ടുള്ള അനോമലീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടുകൂടി, യാതൊരു ഹ്യൂമൻ എറർ ഇല്ലാതെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു ബെനിഫിറ്റും കൂടിയുണ്ട്. പിന്നെ ഇനി കാലക്രമേണ വരുന്ന വേറൊരു AI കൊണ്ടുള്ള വേറൊരു മെച്ചം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബിഗ് ഡാറ്റ എന്ന് പറയും. അതായത് ലക്ഷക്കണക്കിന് ആളുകളുടെ ഡാറ്റ സിസ്റ്റത്തിൽ കയറുന്നത് മൂലം നമ്മളുടെ ഇൻഫർമേഷനായിട്ട് കമ്പയർ ചെയ്തിട്ട് AI മൂലം, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ പല ടൂൾസുകളും ഡോക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ഗ്ലൂക്കോമീറ്റർ, അതേപോലെ തന്നെ ECG, അങ്ങനെ പല വേരിയസ് ഇൻ്റർഫേസ് യൂസ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഇൻ്റർനെറ്റായിട്ട് കണക്റ്റഡ് ആണ്. അതിനെ IoT എന്ന് പറയും. അതായത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് AI പിന്നെ ബാക്കിയുള്ള, അതായത് ആ സിസ്റ്റം ആ ഹോസ്പിറ്റലിൽ ഉള്ള ഒരുപാട് ഡേറ്റയായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ പിന്നെ ഓരോരുത്തരുടെയും ബോഡിയുടെ സ്ട്രക്ചർ, ഫിസിക്കൽ സ്ട്രക്ചർ, അതുപോലെ തന്നെ നമ്മുടെ BMI ഒക്കെ നോക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാൻ AIക്ക് കഴിയും. അത് വലിയൊരു വെച്ചോളൂ. കാരണം പണ്ട് കാലത്ത് എല്ലാവർക്കും ഒരേപോലെയുള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ AI വരുന്ന കാലഘട്ടത്തിൽ നമുക്കതൊരു പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും.
നമ്മളുടെ ബോഡിയുടെ ജനറ്റിക്സ് DNA സ്ട്രക്ചർ നോക്കിയിട്ട് എന്ത് ടൈപ്പ് നമുക്ക് അലർജി ഉണ്ടോ, അതുപോലെ തന്നെ നമ്മളുടെയൊക്കെ എന്ത് ആണ് നമ്മുടെ ബോഡിക്ക് പിന്നെ അത്യാവശ്യം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഒരു ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ കഴിച്ച ഫുഡ് വരെ ആ സെൻസർ, നമുക്കൊരു സെൻസർ ബോഡിയിൽ പിന്നെ വാച്ച് പോലുള്ള സെൻസർ നമുക്ക് തന്നിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ലെവൽ വരെ അറിഞ്ഞിട്ട് ഏത് ഡോസിലാണ് നമ്മൾ ഇൻസുലിൻ എടുക്കേണ്ടതെന്ന് വരെയും നമുക്ക് AI പിന്നെ കറക്റ്റായിട്ട് ഇൻഫർമേഷൻ തരും. പിന്നെ നമ്മൾ കഴിക്കുന്ന മെഡിസിൻ വരെയും പിന്നെ ഹോസ്പിറ്റലിന് ഡോക്ടറിൻ്റെ സിസ്റ്റത്തിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടറിന് വീട്ടിലിരുന്ന് തന്നെ ഇപ്പോൾ ടെലിമെഡിസിൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വിർച്വലായിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന സംവിധാനമാണ്. അപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഹെൽത്ത് എന്ന് പറയുന്നത് AI സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പല കാര്യങ്ങളും പിന്നെ ഇംപ്ലിമെൻ്റായി വരുന്നതേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ വലിയൊരു നേട്ടമായിരിക്കും AI കൊണ്ട് നമ്മുടെ ഹെൽത്ത് മേഖലയിൽ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഡിജിറ്റലൈസേഷൻ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒട്ടുമിക്കതും സ്ഥലങ്ങളിലെല്ലാം ഡിജിറ്റലൈസേഷനായി. പിന്നെ IP കേസുകൾ മാനുവലായിട്ട് ചില ഹോസ്പിറ്റലുകൾ സ്കാനിങ് ഒക്കെ ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിജിറ്റലൈസേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ ഈ AI പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ടൂൾസ് നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നെ ഇത്രയും നേരം കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു റസാഖ് സർ. അതൊരു നല്ലൊരു സെഷൻ ആയിരുന്നു. കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങളല്ലേ, പ്രത്യേകിച്ചും നമ്മളെ പോലെയുള്ള മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു. സാറ് ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന അയാളും ഞാനും തമ്മിൽ എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട് പൃഥ്വിരാജിന്റെ. അതിനകത്ത് ഡോക്ടർ തരകൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പം അതിനകത്തൊരു പേഷ്യന്റ് മരണപ്പെടുകയും പൊതുജനം ഡോക്ടറെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പൊ അവിടെയൊക്കെ പലപ്പോഴും നമുക്ക് സംഭവിക്കാറുള്ളത് നമ്മുടെ റൈറ്റ്സ് എന്താണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, നമുക്ക് ഒരു പൊതുബോധ നിർമ്മിതമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മൾ ഡോക്ടേഴ്സ് പിഴവ് പറ്റിയാൽ അത് അവരുടെ പിഴവാണ്, നമുക്ക് അവരെ ആക്രമിക്കാനുള്ള അവകാശമുണ്ട്, അങ്ങനെയൊക്കെയുള്ള തോന്നലുകളൊക്കെ നമുക്കുണ്ട്. അപ്പൊ അതെല്ലാം എന്തൊക്കെയാണ് നമ്മുടെ റൈറ്റ്സ്, എന്തൊക്കെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത്. എനിക്ക് നമ്മുടെ നാട്ടിൽ ഈ ഹോസ്പിറ്റൽ വിസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്നേഹത്തിന്റെ ഒരു പുറമെയാണ് ചെയ്യുന്നതെങ്കിൽ പോലും അതൊരു പതിവാണല്ലേ. നമുക്ക് ആരെങ്കിലും ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ അവരെ സന്ദർശിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല. എന്നാൽ നമ്മളവിടെ പോയിട്ട് എന്താണ് കാര്യം എന്ന് വെച്ചാൽ സത്യത്തിൽ നമ്മൾ അവരെ സമാധാനിപ്പിക്കാൻ പോകുന്നതായിരിക്കും. എന്നാൽ പോലും പ്രത്യേകിച്ചും ക്രോണിക് ഡിസീസ് ഒക്കെ ആയിട്ടുള്ള രോഗികളൊക്കെ ആണെങ്കിൽ അത് അവർക്കൊരു ശല്യമായിട്ട് ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സാറ് പറഞ്ഞപ്പോ ഒരു കാര്യം എൻ്റെ ഒരു ഓർമ്മ വരെയാണ്. ഞാൻ മലപ്പുറത്ത് പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴേ അവിടെ ഒരു പേഷ്യന്റ് അഡ്മിറ്റായി കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു സിനിമയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് ജീപ്പിൽ എല്ലാവരും പായും തലങ്ങണയൊക്കെ എടുത്തിട്ട് ആ വീട്ടിലുള്ള എല്ലാ ആളുകളും അവിടെ വരും. അതെ, ഞാൻ സത്യത്തിൽ എറണാകുളത്ത് മുമ്പ് ലൂർദിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കാണാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ആ ഫാമിലി എല്ലാം ആ ഒരു റൂമിലുണ്ടാവും. അതെ, അവര് സ്നേഹത്തോടുകൂടി വരണാണ്. അതെ, അതെ, സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ്. പിന്നെ കുട്ടികളെ കാണാനായിട്ട് കുട്ടി ഉണ്ടായി അന്ന് തന്നെ എല്ലാവർക്കും കുട്ടീനെ കാണേണ്ടി വരും. അന്ന് ഒരു ദിവസം വെയിറ്റ് ചെയ്താൽ വീട്ടിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് നമ്മൾ ഓർക്കുന്നില്ല. അപ്പൊ ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് സ്ഥലമല്ല, പബ്ലിക്കിന് സന്ദർശിക്കാനുള്ള സ്ഥലമല്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. അപ്പൊ അതൊക്കെ സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നെ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ടെസ്റ്റുകൾ, പിന്നെ AI എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാൻ പോകുന്നത്. AI കുറിച്ച് കുറച്ചും കൂടി ഞാൻ ആഡ് ചെയ്യാം. സാർ നേരത്തെ പറഞ്ഞ IoT എന്ന് പറയുന്ന ആ ടെക്നോളജിയെ ബ്ലോക്ക് ചെയിൻ എന്നാണ് വിളിക്കുക. അതായത് ഹോസ്പിറ്റലുകൾ തമ്മിൽ എല്ലാ ഹോസ്പിറ്റലിലും മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടല്ലോ. ഈ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു എനിക്കൊന്ന് ചില ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ഈ ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഒരിക്കലും ഇപ്പം ഞാൻ ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി, അത് കഴിഞ്ഞ് പിന്നെ കണ്ണൂർ പോകുന്ന സമയത്ത് ഞാൻ വീണ്ടും ജനിച്ച അന്ന് മുതലുള്ള കഥ പറയേണ്ട കാര്യമില്ല. അവർക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. അത് ആയി വരുന്നുള്ളൂ. ABH എന്ന് പറഞ്ഞാൽ അതായത് ആയുഷ്മാൻ ഭാരത് ഹോസ്പിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങി വന്നേ ഉള്ളൂ. അതിനകത്ത് യൂസ് ചെയ്യുന്നില്ല ആരും. അതാണ് ഞാൻ അതൊക്കെ പറയണ കുറച്ച് ഇങ്ങനെ സമയക്കുറവല്ലോ. ചില ഹോസ്പിറ്റലുകളൊക്കെ അതിന് മെമ്പേഴ്സ് ആണ്, പ്രത്യേകിച്ചും പ്രൈവറ്റ് വലിയ നേരത്തെ പറഞ്ഞ ആസ്ട്രോ ഒക്കെ പോലെയുള്ള
വലിയ ഹോസ്പിറ്റൽസ് ഒക്കെ അത് ഭാഗമാവുന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും ഇപ്പം ഇത്തരം മെഡിക്കൽ റെക്കോർഡ്സ് ഡിജിറ്റലൈസ് ചെയ്ത് ഷെയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ബ്ലഡ് ഡൊണേഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. വേറൊരു ഭയങ്കര എഫിഷ്യന്റ് ആണ് ഈ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ. സാധാരണ നമ്മൾ ബ്ലഡ് ഡോണറെ തിരഞ്ഞ് നോക്കാറല്ല, അന്വേഷിച്ച് നടക്കാറാണല്ലോ. ഈ ബ്ലോക്ക് ചെയിൻ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് ഡോണറെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ പോലെ ക്രോണിക് ഡിസീസ് ഒക്കെയുള്ള പേഷ്യൻസിന്, റയർ ഗ്രൂപ്പ് ഒക്കെയുള്ള ആളുകളെയൊക്കെ കണ്ടുപിടിക്കാനൊക്കെ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സാർ പറഞ്ഞത് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു. അപ്പൊ ഇനി മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഫീഡ്ബാക്കും നിങ്ങളുടെ വ്യൂസും ഒക്കെ പറയാനുള്ള സമയമാണ്. അഗെയിൻ താങ്ക് യു റസാഖ് സാർ ഫോർ എ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു റൌഫ് സർ. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. ഷോർട്ട് ടൈമും കൊണ്ട് കുറേയേറെ നല്ല കാര്യങ്ങൾ, അറിയാൻ മേലാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. വളരെ പ്രയോജനപ്പെടുന്ന ഒരു സെഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഫ്യൂ സംശയങ്ങളും ഒക്കെ ഉണ്ട്. ഒന്ന് JCIയുടെ ഒന്ന് ഫുൾ ഫോം ഒന്ന് പറഞ്ഞേ. ജോയിന്റ് കമ്മീഷൻ ഓഫ് ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ. ഇന്റർനാഷണൽ ആണ്. ജോയിന്റ് കമ്മീഷൻ, അതാണ് ഞാൻ വിട്ടുപോയത്, ഓഫ് ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ അല്ലെ. പിന്നെ ഈ NABH നമ്മുടെ മെഡിക്കൽ കോളേജിനും ഒക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത്. പക്ഷെ നമ്മുടെ മെഡിക്കൽ കോളേജില് ഇങ്ങനെ NABH അക്രഡിറ്റഡ് ആണെന്നല്ലേ പറയുന്നത്. NABH ഗവൺമെന്റിലും പ്രൈവറ്റിലും നമുക്ക് അക്രഡിറ്റേഷൻ എടുക്കാം. നമ്മുടെ എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എടുത്തിട്ടുണ്ട് NABH അക്രഡിറ്റേഷൻ. ഓക്കെ, മെഡിക്കൽ കോളേജിലൊക്കെ ആയി വരണുള്ളൂ. അല്ല, ഗവൺമെന്റിന്റെയാ ഞാൻ പറഞ്ഞത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജില് എല്ലായിടത്തും വേണം എന്നുള്ളതാണ്. പല ആളുകളും ഇപ്പൊ അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കണുള്ളൂ. കാരണം നമ്മളിപ്പോ പല പ്രശ്നങ്ങളും കേൾക്കുന്നുണ്ടല്ലോ. കൈ മാറി മുറിച്ച് കളഞ്ഞ ഒരു കുട്ടിയുടെ ഈ അടുത്തിടെ കേസ് വന്നില്ലേ, അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് വളരെ അതെ, മെഡിക്കൽ കോളേജിലായി വരണുള്ളൂ. ഇപ്പൊ ഗവൺമെന്റിന്റെ റൂളാണ് ഈ എല്ലാ ഹോസ്പിറ്റലുകളും ഇത് എടുക്കണം. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നിയമം ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു നിയമമാണ്. വെരി ഗുഡ്. അപ്പൊ അത് നല്ല കാര്യം തന്നെയാണ് അങ്ങനെ ചെക്കിങ് ഉള്ളത്, തീർച്ചയായിട്ടും. പിന്നെ ഈ ഹൈ അലേർട്ട് മെഡിക്കേഷൻ എന്താ, ഒരു എക്സാമ്പിൾ പറയോ, എന്താണ് ഹൈ അലേർട്ട്? ഈ പൊട്ടാസ്യം ക്ലോറൈഡ്, അതായത് നമ്മൾ ഒരു എമർജൻസിയിൽ കാർഡിയാക് അറസ്റ്റ് ആയിട്ട് ഒരു പേഷ്യന്റ് വരുന്ന സമയത്ത് പെട്ടെന്ന് ഇവർക്ക് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണത്. അപ്പൊ ഇത് നമ്മൾ ക്ലോസ്ഡ് ക്യാബിനറ്റിൽ വെക്കണം എന്നുള്ളതാണ്. ക്ലോസ്ഡ് ആയിട്ടുള്ള ക്യാബിനറ്റിൽ വെക്കൽ. കാരണം അത് പെട്ടെന്ന് അങ്ങ് മാറി ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, വേറൊരു പേഷ്യന്റ് മാറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ആ പേഷ്യന്റ് അവിടെ ഡെത്ത് ആവും. അതാണ് ഹൈ അലേർട്ട്. അതെ, പൊട്ടാസ്യം ക്ലോറൈഡ്. അത് ഈ അറ്റാക്ക് ഒക്കെ വരുന്ന സമയത്ത് കൊടുക്കുന്നതാണ്. അത് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനും ഒക്കെ ഉണ്ടായിട്ട് വേണം കൊടുക്കാനായിട്ടേ. ഇപ്പൊ ചില സമയത്ത് ഈ ഹോസ്പിറ്റലുകൾ ഇത് പിന്നെ ഓപ്പൺ ആയിട്ട് ഒക്കെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് മരുന്ന് മാറി കൊടുക്കുന്ന ഒരുപാട് കേസസ് ഉണ്ടല്ലോ. അങ്ങനെ വരാനൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവരത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്. ഓക്കെ. പിന്നെ ഈ റൈറ്റ് ടു ഇൻഫർമേഷന്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റൽസിൽ പലതും ഡോക്ടേഴ്സിന് അത്ര ഇഷ്ടമല്ല നമ്മുടെ അസുഖത്തെ പറ്റി കൂടുതൽ ചോദിക്കുന്നത്. പലർക്കും ഇഷ്ടമല്ല, പലരും ഷെയർ ചെയ്യാനായിട്ട് മടിക്കും. നമുക്ക് അല്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ശരിക്കും. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാം പഠിച്ചിട്ട് വന്നിരിക്കുക, എന്നാ പിന്നെ തന്നെ ട്രീറ്റ് ചെയ്തോ എന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെയാണ് അവർക്ക്. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലേ, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് പഴയ കാലഘട്ടത്തിലെ ഡോക്ടർമാർക്കൊക്കെ ഉണ്ട്. ഇപ്പോ അത് കുറച്ചൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സെയിം രീതിയിൽ തന്നെയാണ് റൈറ്റ് ടു സെക്കൻഡ് ഒപ്പീനിയൻ. നമുക്ക് വേറൊരിടത്ത് സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് തരാനും വിട്ടുകിട്ടാനും ഒക്കെ വലിയ പാടാണ്. പൊതുവെ അങ്ങനെ കണ്ടുവരാറുണ്ട് ആ രണ്ട് കാര്യങ്ങൾ. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞത് ഈ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് അതെ. അതുകൊണ്ടാണ് ഈ വിദേശികളൊക്കെ കൂടുതൽ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യാൻ കാരണം. എന്റെ കുറെ സുഹൃത്തുക്കള് വർക്ക് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം, സുഷമ മാം ആദ്യം പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ ചില രോഗികളുടെ അടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാല് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് ട്രീറ്റ്മെന്റിന് സമ്മതിക്കില്ല മീൻസ് ഇവർ ഡൗട്ട്ഫുൾ ആയിരിക്കും ഡോക്ടർ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിൽ. ഇവർ വേറെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ഇപ്പൊ പ്രത്യേകിച്ചും ഗൂഗിളിലും ChatGPT നോക്കിയിട്ട് ഇന്നതാണ് അതാണ്, ഇതല്ലേ വേണ്ടത്, ഇതല്ലേ നല്ലത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമെന്ന് പറയുന്നത്. അപ്പൊ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ
അപ്പൊ അവര് പറയും അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാറില്ല. പക്ഷെ അത്രേ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യണം എന്നാണ് നിയമം എന്ന് തോന്നുന്നു. അതെ അതെ, അത് ആ ആവശ്യം തന്നെയാണ്. ആക്ച്വലി പുറത്ത് പോയാലില്ലേ, ഇപ്പൊ കാനഡ, അതുപോലെ ഓസ്ട്രേലിയ, അവിടെയൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് പേഷ്യൻസിനോടെ പറയത്തുള്ളൂ, ബാക്കിയുള്ളവരോടല്ല. നാട്ടിലെന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവരോടൊക്കെയാ പറയുന്നത് എന്ത് അതെ അതെ അസുഖമാണെന്നുള്ളത്. പക്ഷെ അവിടെ ഡയറക്റ്റ്, ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. എന്റെ സിസ്റ്ററിന് ക്യാൻസർ ആയിട്ട് അങ്ങേയറ്റം ആയി. അപ്പം ക്യാൻസർ ആണെന്നുള്ള സംഭവം ഡീറ്റെയിലും എല്ലാം പുള്ളിക്കാരിയോട് തന്നെ ഡയറക്റ്റ് ആയിട്ട് പറയുമായിരുന്നു. എന്നിട്ട് ദേ ടോൾഡ് ഹർ യു ഓൺലി ഹാവ് 6 months to live എന്നുള്ള കാര്യവും പറഞ്ഞ് അതിനിടയ്ക്ക് പുള്ളിക്കാരി മരിക്കുകയും ചെയ്തു. പക്ഷെ എന്നിട്ട് അതിന് ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്നാണ്, പുള്ളിക്കാരി മരിക്കുന്നതിന് മുമ്പ് തലേ ദിവസം പുള്ളി ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. അപ്പൊ എന്നിട്ട് ഈ ഡോക്ടറുടെ ബെഡ് സൈഡ് മാനേഴ്സ് വളരെ പൂറായിരുന്നു. പുള്ളിക്കാരൻ വന്നിട്ട് അങ്ങ് ഈ പേഷ്യന്റിനോട് എന്തൊക്കെയാണെന്നറിയാമോ പറയുന്നത്, നമുക്കങ്ങ് സങ്കടം തോന്നും. അത്രയും ഒരു മരിക്കാൻ കിടക്കുന്ന ഒരാളാ. അവരോട് അവരുടെ സ്ഥിതിയെ പറ്റി അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇനി കൂടുതലൊന്നും പറയണ്ട, ലെറ്റ് ഹർ ഹാവ് എ പീസ്ഫുൾ പാസിംഗ്. പക്ഷെ അങ്ങനെ ഒരു എക്സ്ട്രീമും ഉണ്ട്. രണ്ട് അതെ രീതിയിലും അതാണ്. രണ്ട് എക്സ്ട്രീംസും ചില ഉണ്ടാവാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ പറയാതിരിക്കുന്നതാണ് നല്ലത്. എക്സാക്ട്ലി, ട്രീറ്റ്മെന്റ് കൊടുക്കണം അറിയാതിരിക്കുന്നത്. പ്രോപ്പർ ആയിട്ട്. അതെ. അതെ പിന്നെ ഈ സെക്കൻഡ് ഒപ്പീനിയനും മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഡിജിറ്റലൈസേഷൻ ഒക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ഈ റിപ്പോർട്ടൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയ ചടങ്ങാണ് അല്ലേ. ഹോസ്പിറ്റലിൽ നിന്ന് അവർ തരില്ല, നമുക്ക് പുറമെ കാണിക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ ഇപ്പം ചില ഹോസ്പിറ്റലുകാർ പറയും വേറൊരു സ്ഥലത്ത് ചെയ്ത സ്കാനിങ്ങും ബ്ലഡ് റിസൾട്ടൊന്നും ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും പാടില്ല. ഈ പറഞ്ഞ അക്രഡിറ്റേഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതെ സർട്ടിഫൈഡ് ആയിട്ടുള്ള അതായത് സ്ഥലങ്ങളിലൊക്കെ പോയി ടെസ്റ്റ് ചെയ്തതാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള റൂളുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ അതെ. യെസ് യെസ് ട്രീറ്റിംഗ് യെസ് ഡോക്ടർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യില്ല. മുമ്പൊക്കെ അങ്ങനെ പറയായിരുന്നു, ഇത് എനിക്ക് അത് ഇതോടെ ഇത് ബിസിനസ്സാണ്, പറ്റില്ല. ബിസിനസ്സാണ്. അപ്പൊ അതിനൊക്കെ കുറെ റെഗുലേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ അക്രഡിറ്റഡ് സ്ഥലത്ത് തന്നെ നമ്മൾ ചെയ്യണം എന്ന് പറയണത്. അത് ചെയ്താണെങ്കിൽ നമ്മളവിടെ പിന്നെ മുമ്പത്തെ കുഴപ്പമൊന്നും പോലെ ഉണ്ടാവില്ല. അല്ലല്ലോ സാർ, അവയർനെസ് കൂടിയിട്ടുണ്ട് ആളുകൾക്ക്. അതെ യെസ് പിന്നെ എനിക്ക് അതിന്റെ കൂടെ തന്നെ ചേർക്കാനുള്ള, നേരത്തെ മാം കാനഡയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഇപ്പം നമ്മളെ നാടൊക്കെ ശരിക്കും ഈ ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ സ്വർഗമാണെന്ന് തന്നെ പറയാം. നമുക്ക് ഈ ആരോഗ്യ മേഖലയുടെ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമാണ്. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു അസുഖം വന്നാൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് പോയി വരാവുന്ന ദൂരത്തിലൊരു ചെറിയ, സാറ് പറഞ്ഞ ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററെങ്കിലും ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഏറ്റവും നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് അർജന്റ് കെയർ എന്ന് പറയുന്ന ഫെസിലിറ്റിയാണ്. അർജന്റ് കെയർ ആണെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം. ഇന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളത്തേക്കൊക്കെ അപ്പോയിന്റ്മെന്റ് കിട്ടുള്ളൂ, എന്ത് അസുഖമാണെന്ന് പറഞ്ഞാലും. അതൊന്ന്. രണ്ടാമത്തത് ഇൻഷുറൻസ് കഴിച്ചാൽ പോലും ഇപ്പം എനിക്കൊരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നിട്ട് ഞങ്ങൾക്ക് ഇൻഷുറൻസും കഴിഞ്ഞിട്ട് ഞാൻ $380, അതായത് നാട്ടിലെ ഏകദേശം 38,000 രൂപ ആയി. അപ്പം നമ്മുടെ നാട്ടില് ഈ ആരോഗ്യ മേഖലയുടെ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും നന്ദി ഉള്ളവരായിരിക്കണം. അതെ 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 അതെ, തീർച്ചയായിട്ടും. കാരണം അവിടെ ഇലക്ടീവ് സാധനങ്ങൾക്കെല്ലാം ഒത്തിരി മാസങ്ങൾ വെയിറ്റ് ചെയ്യണം, ഇലക്ടീവ് യെസ് പ്രോസസ്സിനെല്ലാം. നമ്മുടെ അവിടെ പെയിനാണെങ്കിൽ മെഡിക്കെയർ ഉണ്ടല്ലോ, പിന്നെ നമ്മുടെ മെഡിക്കെയർ നാട്ടിലൊരു ഗുണം ഉണ്ടല്ലോ, എന്താന്ന് അതുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പറ്റും. പക്ഷേ ഈ ഔട്ട്സൈഡ് കൺട്രീസിലൊക്കെ ആ, റെഫർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ പറ്റില്ല. കാണാൻ ഇവിടെ നമ്മൾ പറ്റത്തുള്ളൂ. ആദ്യം കാണിക്കേണ്ടത് GP കാണണം, GP അതെ അതെ ഫാമിലി ഡോക്ടറെ കണ്ടിട്ട് ഫാമിലി ഫാമിലി ഡോക്ടറെ ഡോക്ടർ കാണിച്ചതിന് ശേഷം അവരുടെ റെഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ. അതൊന്ന്. അങ്ങനെ കാണണം. രണ്ടാമത്തത് സ്പെഷ്യലൈസ് ആയിട്ടുള്ള മെഡിസിൻ ഒക്കെ ആണെങ്കിൽ, സാധാരണ പനിയും തലവേദന അങ്ങനത്തെ മെഡിസിൻ അല്ല, അല്ലാത്ത മെഡിസിൻ ഒക്കെ ആണെങ്കിൽ ഇവർ പ്രിസ്ക്രിപ്ഷൻ നമ്മളതിൽ തരില്ല, അവർ നേരിട്ട് ഫാർമസിയിലേക്കാണ് അയക്കുക. അപ്പൊ ഈ 2 അതെ വീക്സ് ആണ് മെഡിസിൻ എഴുതിയെങ്കിൽ 2 വീക്സിന്റെ മെഡിസിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പോയി വാങ്ങിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. നമ്മൾ വീണ്ടും ഡോക്ടറെ കണ്ടിട്ട് ഈ ഡോക്ടർ വീണ്ടും പ്രിസ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ സെൽഫ് മെഡിക്കേഷൻ എന്നൊക്കെ പറയുന്നതൊന്നും, ഞങ്ങളൊക്കെ ഇവിടുന്ന് മെഡിസിൻ കൊണ്ടുപോയിട്ട് അത്യാവശ്യം അസുഖങ്ങളൊക്കെ നമ്മൾ തന്നെ സ്വയം മാനേജ് ചെയ്യാറാണ്. അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഡോക്ടറെ കാണിക്കാൻ പോവാറുള്ളൂ. അതൊക്കെ മെഡിക്കെയർ സിസ്റ്റം ഉള്ളതിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആണ് ഈ സംഭവങ്ങളൊക്കെ. അതെ അതെ ഇവിടെ നാട്ടിൽ അങ്ങനെ മെഡിക്കെയർ ഇല്ലല്ലോ. അവിടെ ആകുമ്പോൾ മെഡിക്കെയർ ഉണ്ട്, എല്ലാം കവർ ചെയ്യും. ബട്ട് യു ഹാവ് ടു വെയിറ്റ് എ ലോങ് ടൈം. യു കനോട്ട് ജസ്റ്റ് വാക്ക് ഇൻ ടു ദ ഹോസ്പിറ്റൽ ആൻഡ് ഗെറ്റ് എ ട്രീറ്റ്മെന്റ്. അതെ. താങ്ക് യു വെരി മച്ച്. നല്ല രീതിയിൽ എല്ലാം കവർ ചെയ്തു. പിന്നെ ഒരു ഷോർട്ട് ഇത് ഞാൻ പറയാം. കോഡ് ബ്ലൂ പറഞ്ഞില്ല, ഐ ഹാഡ് എ പേഴ്സണൽ എക്സ്പീരിയൻസ്. മകളുടെ ഡെലിവറിക്ക് പോയത് അവിടെ ഓസ്ട്രേലിയയിലായിരുന്നു. അവിടെ റൂമിൽ കയറ്റുമല്ലോ നമ്മളെ ഡെലിവറിയുടെ സമയത്ത്, അമ്മയും കയറ്റും. വലിയ കാര്യമായിട്ട് ഞാൻ അവൾക്ക് വെയിൻ കിട്ടാൻ ഭയങ്കര പാടുപെട്ടു. നാല് പേര് വന്ന് കുത്തിയിട്ടും അവൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു, അവർക്ക് കിട്ടുന്നില്ല. അവസാനം ഇവര് കുത്തിക്കൊണ്ടിരുന്നതിനിടയിൽ പെട്ടക് ഞാൻ മറിഞ്ഞു വീണു. കോഡ് ബ്ലൂ അനൗൺസ് ചെയ്തു, എല്ലാരും കൂടി വന്ന് എന്നെ എടുത്തോളൂ. റിയൽ എക്സ്പീരിയൻസ്.
റിയൽ എക്സ്പീരിയൻസ്. കൊച്ചു സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടപ്പോൾ നമുക്കങ്ങ് വല്ലാതായി. അങ്ങനെ ഉണ്ടായത് അല്ലാതെ വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. ബട്ട് ദാറ്റ് എക്സ്പീരിയൻസ് ഐ എക്സ്പീരിയൻസ്ഡ്. അതെ അതെ ഓക്കെ. ഓക്കെ അംബിക അബ്ദുൾ മാം. സാറേ, നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എന്താ വെച്ചാൽ നമ്മുടെ പേഷ്യൻസിന്റെ റൈറ്റ്സിനെ കുറിച്ചും റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചും പിന്നെ ഈ ലെവൽസ് 3 ലെവൽസ് ഓഫ് ഹോസ്പിറ്റൽ ഉണ്ട്, ഇതിന്റെ അക്രഡിറ്റേഷൻ ഒക്കെ നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞത്. നമുക്ക് ഇതുപോലെ ഈ ഇൻഷുറൻസ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്കും ഇതുപോലെ, ഞങ്ങൾ റിട്ടയർഡ് ആണ്. അപ്പം ഗവൺമെന്റ് എംപ്ലോയീസിന് മെഡിസെപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പൊ ഇത് എന്താണ്, അത് NABH മാത്രമേ കിട്ടുള്ളൂ, JCയുടെ കിട്ടൂല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ശരിക്കും കേട്ടോ. അതൊരു അക്രഡിറ്റേഷനിൽ വരുന്ന വ്യത്യാസമാണെന്നും അതെ പിന്നെ അതെ, അതൊക്കെ ഇപ്പോഴേ മനസ്സിലായി. പിന്നെ ലാബുകൾക്ക് അക്രഡിറ്റേഷൻ ഉണ്ടെന്നൊക്കെ ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. ആ ഇനി ഉണ്ട് നമുക്ക് ഉണ്ട്. നോക്കി കയറാലോ, ആ ബോർഡിൽ നോക്കാലോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. അതെ 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 അതെ. അതൊക്കെ ഒരു വലിയ അറിവായിരുന്നു. പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ, അതിന് കോഡ്, അതൊന്നും നമ്മൾ ആദ്യമായിട്ട് അറിയണ്ട. ഇങ്ങനെ ഒരു കോഡിംഗ് ഉണ്ട്. ശരിയാണ്, പാനിക്കാവില്ല ആളുകളൊക്കെ. അപ്പൊ അതുകൊണ്ട് കോഡ് ഉപയോഗിച്ചാൽ അത് രക്ഷപ്പെടാലോ. അതൊക്കെ പുതിയ പുതിയ ഒരുപാട് അറിവുകൾ കിട്ടി. നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എനിക്ക് തന്നെ ഇതുവരെ എടുത്ത സെഷനിലൊക്കെ വെച്ച് ഏറ്റവും നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു, ഇത് താങ്ക് യു. നമ്മുടെ ഞാൻ വർക്ക് ചെയ്യുന്ന ഈ ഒരു മേഖലയിലാണ് അപ്പം. അതുകൊണ്ടാണ് അത് നമ്മൾക്ക് ആ എക്സ്പീരിയൻസും കൂടി ഞങ്ങൾ കൂടി കാത്തിയപ്പോൾ നല്ലൊരു സെഷൻ ആയിരുന്നു. ഇനി എവിടെയെങ്കിലും ഒക്കെ ഇത് എടുക്കാം. നല്ലൊരു സെഷൻ ആട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ താങ്ക് യു അംബിക മാം. അതെ സർ, അനദർ തിങ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ദാറ്റ് ഈസ്, ഇപ്പോ ഇവിടെ ആയുർവേദിക് കേരള ആയുർവേദിക് ഹോസ്പിറ്റൽസ്, ഹോമിയോ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടല്ലോ. സെയിം പ്രൊസീജിയർ ആണ് എല്ലാവർക്കും? ഇതന്നെയാണോ? കോമൺ ആണോ? മാം അക്രഡിറ്റേഷന്റെ കാര്യത്തിലാണോ ചോദിക്കണേ? എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഈ റൂൾസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് ഇറ്റ്സ് കോമൺ ആണോ? ആയുർവേദം ഒക്കെ ഇത്രയും കൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരണുള്ളൂ. ഇപ്പോൾ ഇതിപ്പോ നമ്മളുടെ മെഡിക്കൽ ഫീൽഡ് മാത്രമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആയുർവേദം അലോപ്പതി ഒരു അലോപ്പതി അലോപ്പതി, അതെ അലോപ്പതി. JC ഒന്നും ആയുർവേദത്തിന് കിട്ടാൻ സാധ്യത കുറവാണെന്ന് ഇല്ല, സാറേ. അതൊരു ഡിഫറെന്റ് മേഖലയാണല്ലോ. നമ്മുടെ ഭാരതത്തിൽ മാത്രമല്ലേ അതുള്ളൂ അല്ലേ? ഉം. ഇന്ത്യയിൽ മാത്രമല്ലേ അതെ ഉള്ളൂ. അതെ. പിന്നെ Yes. ഹോമിയോ ഒക്കെ എല്ലായിടും ഉണ്ടോ? ഹോമിയോ ഹോമിയോ ഇവിടെ ഗൾഫ് കൺട്രിയിലൊന്നും ഇല്ല. ഹോമിയോ ഇല്ല. ജർമ്മനിയിലൊക്കെ ഉണ്ട്. അവിടുന്ന് ഈ ക്യാൻസർ ട്രീറ്റ്മെന്റ് medicine ഹോമിയോയുടെ മെഡിസിൻ കൊണ്ടുവരുന്ന കാര്യം പറയുന്ന കേൾക്കാം. അവിടുന്ന് ഓക്കെ ഓക്കെ. ജർമ്മനിയിലുണ്ടെന്ന് തോന്നുന്നു. ശരിയാ. ഇനി ഫ്യൂച്ചറിലേക്ക് വന്നുകൂടായ്മയില്ല കേട്ടോ, കാരണം ഇത് പിന്നെ AI ഒരു കാര്യമൊക്കെ ഭയങ്കര രസകരമാണ് ശരിക്കും. ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റ് അതെ അതെ. കാര്യത്തിലൊക്കെ AI ഭയങ്കര വിപ്ലവം തന്നെ ഉണ്ടാക്കും. കാരണം പലപ്പോഴും നമുക്ക് AI ഇപ്പോൾ ഞങ്ങളിവിടെ ഈ ഗൾഫിൽ ചില മേഖലകളിലൊക്കെ ഇപ്പോൾ AI റോബോട്ടിക് AI ഉപയോഗിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത സമയത്ത് അവരെന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പേഷ്യൻറ്റിൻ്റെ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ലെറ്റർ ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഫയൽ മെർജ് ചെയ്ത് വയ്ക്കും. AIക്ക് ശരിക്കും ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ലല്ലോ. അപ്പോൾ അത് ഓക്കെ. ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാദറിൻ്റെ ഗ്രാൻഡ് പാരൻ്റെ പേരായിരിക്കും പിന്നെ അവരുടെ ചൈൽഡിന് ഇടുന്നത്, മകൻ്റെ കുട്ടിക്ക് ഇടുന്നത്. അപ്പോൾ രണ്ടുപേരുടെ പേര് സെയിം ആയിരിക്കും. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ഈ രണ്ടുപേരുടെയും ഫയൽ മെർജ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഈ റോബോട്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഓക്കെ. ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ലാത്തത് കൊണ്ട് ആണ് ആ ഒരു പ്രോബ്ലം. അത് ഇങ്ങനെ ലേൺ ചെയ്ത് വരുന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. അത് കുറച്ച് പ്രശ്നം അല്ല, കഴിയുമ്പോൾ എല്ലാം ശരിയാവും. വരണ വരെയും നമ്മൾ സേഫാണ്. അല്ല, ഇപ്പൊ സൈക്കോളജിസ്റ്റ് പോലുള്ള ആൾക്കാർക്കൊക്കെ ഇമോഷണൽ ഇന്റലിജൻസും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പ്രസക്തി ഇല്ലല്ലോ. അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇനി ആരെങ്കിലും ഉണ്ടോ സീലമ്മ? ഫീഡ്ബാക്ക് പറയാനായിട്ട്? ഹലോ സാർ, എല്ലാവർക്കും പറഞ്ഞു. ഗുഡ് ഈവനിങ്. നല്ലൊരു സെഷൻ. എന്നെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ന്യൂ ഇൻഫർമേഷൻസ് ആണ് കിട്ടിയത് കേട്ടോ. അതായത് മെഡിക്കൽ ഫീൽഡിലുള്ള അങ്ങനെയുള്ള എന്താണ് ഇൻഫർമേഷൻ ഒക്കെ വളരെ റെയർ ആയിട്ട് കേൾക്കാറുള്ളൂ. അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാറുമില്ല. പക്ഷെ സാറ് എന്താണ് ആ ഫീൽഡിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഏറ്റവും നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സാറ് എക്സ്പ്ലെയിൻ ചെയ്തു. ഒരുപാട് താങ്ക്സ്. അതോടൊപ്പം തന്നെ കൺഗ്രാറ്റുലേഷൻ. ഇനിയും ഇതേപോലുള്ള നല്ല നല്ല ടോപ്പിക്കുകളുമായി റസാഖ് സാർ ഇനിയും വരണം. അതോടൊപ്പം തന്നെ റൌഫ് സാറിന്റെ താങ്ക് യു. എന്താണ് കൂട്ടിച്ചേർക്കലുകളും ഇവിടെ നല്ല രീതിയിൽ അതിനെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. എല്ലാവരുടെയും തന്നെ നമ്മുടെ ഈ ഒരു ഡിസ്കഷനിലൂടെയും നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ടല്ലോ.
അപ്പൊ നമ്മളെല്ലാവരും തന്നെ ഇവിടെ ഡിസ്കഷൻ വരുമ്പോൾ, ഓരോ ഡൗട്ട് വരുമ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഡൗട്ട്സ് ഒന്നുകൂടെ എല്ലാവർക്കും ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് വരുന്നത്. ഏതായാലും ഇന്നത്തെ ഈവനിങ്ങും സൂപ്പറായി എന്ന് തന്നെ പറയാം. ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയ നല്ലൊരു ദിവസം തന്നെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. രണ്ടുപേരും നന്നായി എല്ലാവരും. താങ്ക് യു. ആ താങ്ക് യു റസാഖ് സർ. ഗുഡ് അപ്പം നൈറ്റ്. ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. നല്ലൊരു ഈവനിങ് ആശംസിക്കുന്നു. അപ്പൊ എല്ലാ വ്യാഴാഴ്ചയും 8 മണിക്ക് ഇതുപോലെയുള്ള സെഷനുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. എല്ലാവരും ജോയിൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗ്രൂപ്പിൽ വീഡിയോ റെക്കോർഡിംഗ് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാവരുടെ ഫീഡ്ബാക്കും ഗ്രൂപ്പിൽ അറിയിക്കുക. അപ്പൊ അത് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവും. വീഡിയോ റെക്കോർഡിംഗ് കാണാനായിട്ടും ഇനി വരാൻ പോകുന്ന സെഷനുകളിലൊക്കെ പങ്കെടുക്കാനായിട്ടൊക്കെ ഉള്ള ഒരു ഇൻസ്പിറേഷൻ ആണ്. വീണ്ടും എല്ലാവർക്കും താങ്ക്സ്. ട്രാൻസ്പെയർ കമ്മ്യൂണിറ്റിയുടെ പേരിൽ നല്ലൊരു ഈവനിങ് ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. താങ്ക് യു. Thank you to both of you. Good night. Good night.